പക്ഷെ ഓഫീസർ പറയാണ് വണ്ടി എന്തായാലും ഇവിടുന്ന് കൊണ്ടുപോയേ പറ്റൂ, മറ്റ് ഡ്രൈവിംഗ് അറിയുന്നവരില്ലാലും. അപ്പൊ അയാൾ പറഞ്ഞു ഞാനും വന്നാൽ വിളിച്ച് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞോട്, മൂപ്പർ കൂടി ഡ്രൈവ് ചെയ്യാൻ. ഞാനും എനിക്ക് ഹെൽപ്പ് ചെയ്യാം, നീ ഇരിക്കുക എവിടെയെന്ന് പറഞ്ഞു. ഞാൻ ഇരുന്നോളെന്ന് പറഞ്ഞു ബസ്സിലെ. അപ്പൊ ഞാൻ ഇരുന്ന് എനിക്ക് ഗിയർ ഇടണ്ട. അപ്പൊ അയാള് കൊണ്ട് അപ്പൊ ഈ ഒരു അവസ്ഥയിൽ തന്നെ ഈ കൈ ഇങ്ങനെ വെച്ചു, ഈ ബാക്കിൽ നിന്ന് ഫയറിങ്ങോ സെല്ലിങ്ങോ കൊണ്ട് ഇത് ഡാമേജ് ആയി പോയിരിക്കുകയാണ്. അതേ അവസ്ഥയിൽ തന്നെ ഈ ശക്തിമാൻ വാഹനത്തിനെ അവിടുന്ന് കൊണ്ടുപോകണം. സാർ അതേ അവസ്ഥയിൽ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു, അയാള് സെക്കൻഡ് സീറ്റിലിരുന്നു. എന്താ വെച്ചാൽ അതിന്റെ ഗിയർ ലിവർ മാറ്റാൻ ഞാൻ പറഞ്ഞു. ഫസ്റ്റ് സെക്കൻഡിൽ ഇടുന്നു. അപ്പം ഡൗൺ ഇറങ്ങുകയാണല്ലോ. അതെ. അപ്പം ഞാൻ ക്ലച്ച് ചവിട്ടും, അയാൾ ഗിയർ മാറ്റും, ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് പറയും. അപ്പം ഇതിനെ കൊണ്ട് ഞാൻ കൺട്രോൾ ചെയ്തിട്ട് ഈ മറ്റേ വണ്ടീൻ്റെ 1.5 കിലോമീറ്റർ ഏകദേശം ഉണ്ടാവും. അവിടെ വരെ ഈ മറ്റേ പാർക്കിംഗ് ലൈറ്റ് ഇല്ലേ, മറ്റേ ലൈറ്റ് ഇടാൻ പറ്റില്ല, ഹെഡ്ലൈറ്റ് ഇടാൻ പറ്റില്ല. കാരണം അതിന്റെ പ്രകാശം തട്ടുമ്പോൾ അവർക്ക് ഈ വാഹനം പോകുന്ന അറിയും. കോൺവോയ് ലൈറ്റ് ഇട്ടു. പിന്നെ 10 പേര് നടന്നിട്ട് അങ്ങോട്ട് പോയി. പിന്നെ ബാക്കി 7 പേരും ഫ്രണ്ടിൽ നടന്നു പോയി. മറ്റേ കൂട്ടർ കുറച്ച് പേര് ബാക്കിൽ ഇതിന്റെ തുള്ളുകൂട്ടർ അങ്ങനെ. സാറിന്റെ വണ്ടിന്റെ ബോഡിക്കകത്ത് ഉള്ളവരുണ്ടല്ലോ, അതങ്ങനെ കിടക്കുക. അങ്ങനെ കിടക്കണം. ആരും ഒന്നും നോക്കിയില്ല, ഇല്ല. അവിടെ നിന്നാൽ ഇനി എന്താ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതില് വല്ല മരണപ്പെട്ടു. എത്ര പേരാണെന്ന് അറിഞ്ഞോ? അതൊന്നും അറിയില്ല. അത് അവിടെ എത്തി. അപ്പം അവിടുന്ന് ITTVന്റെ ഒരു കമ്പനി MA റൂം. സാർ അതിലോട്ട് ഞാൻ തിരിച്ചു വരുന്നുണ്ട്. സാർ ഈ വെടിയേറ്റ കൈ അത് ഒന്നിനും ശേഷിയില്ല. സാർ ഈ ഒരു കൈ കൊണ്ട് ഡ്രൈവ് ചെയ്തിട്ട് അത് പോവാൻ സാർ തയ്യാറായോ? പോയി, തയ്യാറായി. ഇതാണ് ശരിക്കും ഒരു സൈനികന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഒരു കൈ വെടികൊണ്ട് സെല്ലിങ്ങിലൂടെ ശേഷിയില്ലാതെയും എന്നിട്ടും ആ സ്ഥലത്ത് നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഓഫീസറുടെ ഓർഡർ പ്രകാരം ഈ ഒരു അവസ്ഥയിലും ആ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനും കൂടെ കോപ്പറേറ്റ് ഡ്രൈവർ എന്നാ പറയുക, കോ ഡ്രൈവർ പറയും, അദ്ദേഹം ഗിയർ മാറ്റി കൊടുക്കാം, നമ്മൾക്കൊന്ന് എസ്കേപ്പ് ആയേ പറ്റുള്ളൂ പറഞ്ഞു. ആ ദൗത്യം ഏറ്റെടുത്ത ആ ധീര ജവാനാണ് ഇന്നിപ്പോൾ നമ്മളുടെ മുന്നിൽ ഇരിക്കുന്നത്.